ഹലോ ഫ്രണ്ട്സ്, മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ എല്ലാവരും കൊച്ചു വീഡിയോ നമ്മൾ സൺടാനെ പറ്റിയിട്ടൊരു വീഡിയോ ആണ്. സൺടാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലിലും പുറത്ത് കഴുത്തിൽ അവിടെ ഒരു സൺടാൻ വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ്. പക്ഷെ ചിലർക്ക് പെട്ടെന്ന് പോകും കേട്ടോ. ചിലർക്ക് എന്തെങ്കിലും ഹോം റെമഡീസോ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 1-2 ട്രിപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ സൺടാനൊക്കെ പെട്ടെന്ന്. പക്ഷെ ചിലർക്ക് ഭയങ്കര പാടാണ്. ഇങ്ങനെ പയ്യൊക്കെ ആയിരിക്കും സൺടാൻ അടിച്ച് പോകാൻ പറ്റും. പക്ഷെ എനിക്കും അങ്ങനെ ആയിരുന്നു. എനിക്ക് പയ്യൊക്കെ ആയിരുന്നു എനിക്ക് പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു പാക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ഒറ്റ യൂസ് തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടി. അപ്പം പിന്നെ നിങ്ങളൊരു ആഴ്ചയിൽ 1 തവണയോ 2 തവണയോ മാത്രം യൂസ് ചെയ്താൽ മതി. അതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യണ്ട. അപ്പം നിങ്ങളൊരു 2-3 തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങളുടെ ടാനൊക്കെ പോകും. അപ്പം നിങ്ങളുടെ സ്കിന്നൊക്കെ ബ്രൈറ്റ് ആവുകയും ചെയ്യും. അപ്പം നമുക്ക് ഇന്ന് എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കുന്നത് എന്നതിനെ പറ്റിയുള്ള വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഇതിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല്, പിന്നെ തൈര് 1 ടേബിൾ സ്പൂൺ, ലെമൺ ജ്യൂസ് 1/2 ടീസ്പൂൺ, പിന്നെ ലാസ്റ്റ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഹണിയാണ്. ഹണി നമ്മൾ 1 ടീസ്പൂൺ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. പിന്നെ നമ്മുടെ കയ്യിലാണോ കാലിലാണോ കഴുത്തിലാണോ മുഖത്താണോ എവിടൊക്കെയാണോ ടാൻ ഉള്ളത് അവിടെ എല്ലാം നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതൊക്കെ നല്ല രീതിയിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ഇങ്ങനെ അമർത്തി നമ്മൾ തിരുമ്മി അപ്ലൈ ചെയ്യേണ്ട. പിന്നെ അതുപോലെ തന്നെ ഇത് ഓയിലി സ്കിൻ, അതായത് മുഖത്ത് കുരുക്കളുള്ളവർ എന്തായാലും ഇത് അപ്ലൈ ചെയ്യേണ്ട. അതായത് നമ്മളൊരു ഇത് ചെയ്ത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് മുഖക്കുരു ഉള്ളവർക്കാണെങ്കിൽ അത് പൊട്ടി സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് സ്ക്രബ് ചെയ്യുന്ന ടൈമിൽ. അതുകൊണ്ട് നമ്മൾ മുഖക്കുരു ഉള്ളവർ ഇത് അപ്ലൈ ചെയ്യേണ്ട. പിന്നെ അതുപോലെ തന്നെ നമ്മളിതൊന്ന് സ്ക്രബ് ചെയ്ത് വലിച്ചു പറിക്കേണ്ട. അത് പയ്യെ സ്ക്രബ് ചെയ്തതിന് ഒരു 10-15 മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മളൊരു 15 മിനിറ്റ് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങളുടെ സ്കിന്നൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ് ആയി കണക്ക് തോന്നും. പിന്നെ ഇത് നിങ്ങൾ എന്നും അപ്ലൈ ചെയ്യേണ്ട. ബ്രൈറ്റ് ആവുമെന്ന് കരുതി എന്നും അപ്ലൈ ചെയ്യേണ്ട. ആഴ്ചയിൽ 1 തവണ, അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഒരു 3 തവണ, അതിൽ കൂടുതൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുക എൻ്റെ ഫേസിൽ ഞാൻ അത് കഴുകി കളഞ്ഞപ്പോൾ എൻ്റെ മുഖത്തുള്ള ഡിഫറൻസ് ചെറിയ രീതിയിലൊന്ന് ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും മോയ്സ്ചറൈസ് ക്രീമോ എന്തെങ്കിലും ബോഡി ലോഷനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മളിത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെ മാത്രം നമ്മളിത് അപ്ലൈ ചെയ്യാതിരിക്കുക. അപ്പം ഇത്രയുള്ള വീഡിയോ. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ 1 തവണയോ 2 തവണയോ മാത്രം യൂസ് ചെയ്താൽ മതി. അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഒരു 3 തവണ, അതിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട. നിങ്ങളിത് 1-2 തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ടാനൊക്കെ പോകും. അത് ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ട്രൈ ചെയ്യുമ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്യുക. ചിലർക്ക് ചില കാര്യങ്ങൾ അലർജി ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്യുക. നമ്മുടെ ഫേസിൽ എവിടൊക്കെയാണോ, നമ്മുടെ കയ്യിലാണോ കാലിലാണോ കഴുത്തിലാണോ എവിടൊക്കെയാണോ ഉള്ളത് അവിടൊക്കെ നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. അതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ ശേഷം വാഷ് ചെയ്യാം. അപ്പം ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള പുതിയ വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.